സമയം 6 മണിയായേ. നമ്മൾ തൊഴുത്തിൽ പോയി പശുവിനെ കറന്നു വന്നിട്ടുണ്ട്. ഇതിപ്പം 8 ലിറ്റർ 8 എന്ന് കാണാം. വേണ്ട 10 8 ലിറ്റർ കിട്ടിയിട്ടുണ്ട് ഈ ബക്കറ്റിനകത്ത്. 8 ഈ ബക്കറ്റിനകത്ത് ഒരു 4.5 ലിറ്ററോളം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 ബക്കറ്റിലായിട്ടാണ് ഞാൻ കറക്കുന്നത്. ഈ വലിയ ബക്കറ്റ് എന്ന് പറയുന്നത് 13 ലിറ്ററിൻ്റെയാണ്, ഇത് 12 ലിറ്ററിൻ്റെയാണ്. അപ്പം ഇന്നൊരു 13 ലിറ്ററോളം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഞാൻ പോതയാണ് തിന്നാൻ കൊടുത്തത്, അതിൻ്റെ ഗുണമായി കണ്ടത്. സമയം കണ്ടോ, 6 മണി കഴിഞ്ഞു. 6 മണിയായപ്പോൾ ഞാനിവിടെ വന്നത്. 5:30 ആയപ്പോൾ തൊഴുത്തിൽ പോയി, 6 മണിയായപ്പോൾ വന്നു. ഈ പാലിനകത്ത് കുറേ നമ്മൾ സ്റ്റോറിൽ കൊടുക്കും, കുറച്ച് 2 വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഒരു 1.5 ലിറ്റർ പാലെടുക്കും. 1.5 ലിറ്റർ പാൽ വേണം ഇവിടെ. പിന്നെയുള്ളത് ബാക്കിയുള്ളത് ഉറച്ച് വെക്കും. ഉച്ചക്കത്തെ നമ്മൾ ഫുള്ളായിട്ട് ഉറച്ച് വെക്കുക ചെയ്യുന്നത്. അതൊരു 6 ലിറ്റർ, ചിലപ്പോൾ 7 കാണും, ചിലപ്പോൾ 6 കാണും, ചിലപ്പോൾ 5.5, അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. 6 ലിറ്റർ എന്തായാലും കാണും. ഇന്നിപ്പം 12 ലിറ്ററിൽ കൂടുതൽ, ഇച്ചിരി കൂടെ കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മളത് പോത കൊടുത്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയേക്കുന്നത്. ഇനി ഇതെല്ലാം അളന്ന് ഈ ക്യാനിനകത്തൊക്കെ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയി സ്റ്റോറിൽ കൊടുക്കണം. വീട്ടുകാർക്ക് പിന്നെ കുപ്പിയുണ്ട്, കുപ്പിക്കകത്താണ് നമ്മൾ വീട്ടുകാർക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വലിയ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് അതിനകത്ത് പാല് കാച്ചിയിട്ട് ഉറയ്ക്കുന്നത്. ഇതാണിപ്പോൾ തൈര്, പാല് കാച്ചിയിട്ട് ഉറച്ച് വെച്ചേക്കുന്നത്. തൈരെടുത്ത് അതിനകത്ത് അതിൻ്റെ മേളിലൊരു വെയിറ്റൊക്കെ കയറ്റി വെച്ചേക്കുന്നത്, പൂച്ച തട്ടി മറിക്കാതിരിക്കാനാട്ടോ. ഈ പാത്രങ്ങളിൽ തൈര് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ഇത് നമ്മൾ കടയിലോട്ടും പിന്നെ വീട്ടുകാരാരെങ്കിലും ആവശ്യപ്പെട്ട് അവർക്കും ഒക്കെ കൊടുക്കും. അങ്ങനെ നമ്മുടെ തൈര് വിൽപ്പനയും പാല് വിൽപ്പനയും നടക്കുന്നത്. നേരത്തെ ഞാനിതുപോലെ ഉച്ച കഴിഞ്ഞത്തെ പാല് സ്റ്റോറിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 3 മണിക്കേ അവിടെ സ്റ്റോറ് തുറക്കത്തുള്ളൂ. പിന്നെ സ്റ്റോറ് തുറന്നു കഴിഞ്ഞാലും നേരത്തെ കൊണ്ട് കൊടുത്താൽ അവരെടുക്കത്തില്ല. നേരത്തെ കൊണ്ട് കൊടുത്താലും പറ്റിയല്ല, 3 മണി കഴിഞ്ഞ് താമസിച്ച് പോയാലും അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞത്തെ പോക്ക് നിർത്തി. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ 8 ലിറ്റർ എന്നുള്ളത്? 8 ലിറ്ററിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഒരിച്ചിരി പതയുണ്ട്, എന്നാലും 8.5 കാണും. 10 എന്നുള്ളത് കണ്ടില്ല. 8, 9, 10, 11, 12, 13 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ഇതുകൊണ്ട് ഒരു 4-5 ലിറ്റർ. ഇനിയിപ്പോൾ സമയം പോയി. ഇനിയിപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിയൊക്കെ പോകും. സ്റ്റോറിലെ വണ്ടി രാവിലെ ഇതിലെ കൂടെ വരുന്നുണ്ട്, കുറച്ച് നടന്നു പോകണം. അപ്പം ഇനി പാലെല്ലാം അരിച്ച് കൊടുത്തേച്ച് വന്നിട്ട് ബാക്കി പരിപാടിയെല്ലാം കൂടെ. പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് രാവിലെ ഒന്നിനും നേരമില്ല. അവർക്ക് ചോറ് കൊടുത്ത് വിടണം, അങ്ങനെ പല പണികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് ബൈ.